കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തമിഴ് സിനിമാ ലോകത്ത് ഒരു അനിശ്ചിതത്വത്തിലൂടെ കടന്നുപോകുന്ന താരമാണ് സൂര്യ. ഒരുപിടി മികച്ച സിനിമകളിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ സൂര്യ സമീപകാലത്ത് ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാതെ വലയുകയാണ്. റെട്രോ, കങ്കുവ തുടങ്ങിയ വലിയ ബജറ്റിൽ ഒരുങ്ങിയ ചിത്രങ്ങൾ പോലും പ്രതീക്ഷിച്ച വിജയം നേടാതെ പോയത് ആരാധകരിലും സിനിമാ ലോകത്തും ഒരുപോലെ നിരാശ പടർത്തിയിരുന്നു. എങ്കിലും സൂര്യ എന്ന നടന്റെ പ്രതിഭയിലും ഇപ്പോഴും പ്രേക്ഷകർക്ക് വലിയ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ പുതിയൊരു ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ്. സൂര്യ 46. വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം സൂര്യയുടെ കരിയറിലെ ഒരു നിർണായക ഘട്ടമാണെന്ന് നിസ്സംശയം പറയാം. ഈയിടെയാണ് സൂര്യ 46ന്റെ ചിത്രീകരണം ആരംഭിച്ചത്. ഈ വാർത്ത പുറത്തു വന്നത് മുതൽ ആരാധകർ വലിയ ആവേശത്തിലാണ്. ഒരു നടന്റെ തിരിച്ചുവരവിനായി ഇത്രയധികം ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ മറ്റൊരു താരത്തിനുമുണ്ടോ എന്ന് സംശയമാണ്. ഓരോ ചെറിയ വിവരങ്ങളും, ഓരോ പുതിയ ചിത്രങ്ങളും, ഓരോ അപ്ഡേറ്റുകളും സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. സൂര്യ 46നെ കുറിച്ചുള്ള പ്രതീക്ഷകൾ അത്രയധികമാണ്. ചിത്രത്തിൽ സൂര്യ ഒരു പുതിയ രൂപത്തിൽ എത്തുമെന്നാണ് സൂചനകൾ. മീശയും താടിയും ട്രിം ചെയ്ത ലുക്കിലാണ് സൂര്യ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഈയിടെ പുറത്തു വന്ന സൂര്യയുടെ ചിത്രങ്ങൾ ഈ സൂചന ബലം നൽകുന്നു. കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് കലൈപുലി എസ് താണുവിന്റെ കുടുംബത്തിൽ നടന്ന ഒരു വിവാഹ ചടങ്ങിൽ സൂര്യ പങ്കെടുത്തപ്പോൾ എടുത്ത ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ഈ ചിത്രങ്ങളിൽ സൂര്യയുടെ പുതിയ ലുക്ക് വ്യക്തമാണ്. ഈ ചിത്രങ്ങൾ കണ്ട ആരാധകർക്ക് ഒരു നിമിഷം ഗജനിയിലെ സഞ്ജയ് രാമസ്വാമിയെ ഓർമ്മ വന്നു. ഗജനിയിലെ സഞ്ജയ് രാമസ്വാമി തിരിച്ചു വന്നിരിക്കുന്നു, അന്നും ഇന്നും സൂര്യയ്ക്കൊരു മാറ്റവുമില്ല എന്നിങ്ങനെയുള്ള കമന്റുകൾ ചിത്രങ്ങൾക്ക് താഴെ നിറഞ്ഞു. ഇത് സൂര്യയുടെ ആരാധക വൃന്ദത്തിന്റെ വലിപ്പവും അവരോടുള്ള സ്നേഹവും വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെയും സൂര്യയുടെ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. സംവിധായകൻ വെങ്കി അറ്റ്ലൂരിക്കൊപ്പം പഴനിയിലെ ഒരു ക്ഷേത്രത്തിൽ നിന്നുള്ള ചിത്രങ്ങളായിരുന്നു അവ. ചുവന്ന നിറത്തിലുള്ള ഷർട്ടും മുണ്ടുമായിരുന്നു അന്ന് സൂര്യയുടെ വേഷം. ഈ ചിത്രങ്ങളും ആരാധകർ ഏറ്റെടുത്തിരുന്നു. ഓരോ ചെറിയ ചലനങ്ങളും ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുന്നുവെന്നത് സൂര്യ 46 എന്ന ചിത്രത്തോടുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷയായാണ് കാണിക്കുന്നത്. സംവിധായകൻ വെങ്കി അറ്റ്ലൂരിക്ക് സൂര്യ 46 ഒരു വലിയ പ്രതീക്ഷയാണ്. ലക്കി ഭാസ്കർ എന്ന സിനിമയ്ക്ക് ശേഷം വെങ്കി അറ്റ്ലൂരി ഒരുക്കുന്ന ചിത്രമാണ്. അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ സൂര്യ എങ്ങനെയാകും വെള്ളിത്തിരയിൽ എത്തുക എന്നതും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. സൂര്യ 46നെ കുറിച്ച് പുറത്തു വരുന്ന മറ്റൊരു പ്രധാന വാർത്ത ചിത്രത്തിന്റെ ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശത്തെക്കുറിച്ചാണ്. ചിത്രീകരണം തുടങ്ങുന്നതിന് മുൻപേ തന്നെ നെറ്റ്ഫ്ലിക്സ് ഈ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് അവകാശം 85 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇത് സൂര്യ 46 എന്ന ചിത്രത്തിന്മേലുള്ള വിശ്വാസം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒരു ചിത്രം നിർമ്മിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്രയും വലിയ തുകയ്ക്ക് അതിന്റെ ഡിജിറ്റൽ അവകാശങ്ങൾ വിറ്റുപോകുക എന്നത് അപൂർവമായ ഒരു കാര്യമാണ്. ഈ ചിത്രത്തിന്റെ വിജയ സാധ്യതകളെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷകൾക്ക് വഴിതെളിക്കുന്നുണ്ട്. ചിത്രത്തിൽ നായികയായി കീർത്തി സുരേഷ് എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കീർത്തി സുരേഷ് മലയാളം, തമിഴ്, തെലുങ്ക് സിനിമ മേഖലകളിൽ ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന താരമാണ്. സൂര്യയും കീർത്തി സുരേഷും ഒന്നിക്കുമ്പോൾ സ്ക്രീനിൽ ഉണ്ടാക്കുന്ന മാജിക് കാണാൻ ആരാധകർക്ക് ആകാംക്ഷയുണ്ട്. ഇരുവരും മുമ്പ് അഭിനയിച്ചിട്ടില്ലാത്തതിനാൽ ഈ കോമ്പിനേഷൻ ചിത്രത്തിന് കൂടുതൽ ഒരുമിച്ച് നൽകും. സൂര്യയുടെ കരിയറിലെ നിർണായകമായ ഒരു ചിത്രമായിരിക്കും സൂര്യ 46. പ്രേക്ഷകരുടെ എല്ലാ പ്രതീക്ഷകളും ഈ ചിത്രത്തിലാണ്. ബോക്സ് ഓഫീസ് പരാജയങ്ങളിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഈ ചിത്രത്തിലൂടെ സൂര്യയ്ക്ക് സാധ്യമാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് സിനിമാ ലോകം. ഒരുപക്ഷെ സൂര്യ 46 സൂര്യയുടെ കരിയറിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടേക്കാം. മികച്ചൊരു കഥയും ശക്തമായ ഒരു തിരക്കഥയും മികച്ചൊരു സംവിധാനവും ചേരുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ സൂര്യയ്ക്ക് വീണ്ടും വലിയൊരു സ്ഥാനം ലഭിക്കുമെന്നതിൽ സംശയമില്ല. ആരാധകർ ആഗ്രഹിക്കുന്ന ആ സൂര്യയെ തിരികെ കൊണ്ടുവരാൻ സൂര്യ 46ന് കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം.